ഹലോ ഗൈസ്, മാനിക്കായിട്ട് പിണങ്ങിയിട്ടുള്ളൊരു നോമ്പ് തുറക്കണ്ടല്ലോ നമുക്ക്. മാനിക്ക പിണങ്ങിയാണ് കേട്ടോ പോയത്, അതുകൊണ്ട് വീഡിയോ എടുത്തില്ല. സമയമുണ്ട്, ഇവിടെ ചിക്കൻ കറി ഉണ്ട്. എന്നാലും എല്ലാ ദിവസവും ഈ ചിക്കൻ കറി അല്ലേ മറ്റേ ബീഫ് കറിയൊക്കെ കൂട്ടി നമ്മളങ്ങ് മടുത്ത്. എന്നാൽ പിന്നെ ഒരു ക്യാപ്സിക്കം ഇട്ട കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ എന്ന് കരുതി ഞാൻ ഉണ്ടാക്കുവാണ് ഗൈസ്. അങ്ങനെ ഇടയ്ക്ക് ഉണ്ടാക്കി. പിന്നെ ബജ്ജിയും ഫ്രൂട്ട്സും സെറ്റാക്കുന്നതിൻ്റെ ഇടയ്ക്ക് മാനിക്ക വിളിച്ചു. അങ്ങനെ പിണക്കം മാറി കേട്ടോ. പിന്നെ ഗ്രീൻ ആപ്പിളും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചാൽ അതെന്തിനാണ് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ അനിയൻ ജ്യൂസ് ഉണ്ടാക്കി. പിന്നെ ഈ ഗ്രീൻ ആപ്പിൾ ആണെങ്കിൽ സോസിനകത്ത് മുക്കി കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ ഈ അടുത്ത് കണ്ടുപിടിച്ച കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കൊള്ളാമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന വാപ്പിയും അനിയനും ഒക്കെ മാനിക്കാടെയാണ്, പക്ഷേ ഇപ്പം എൻ്റെ ആണ് കേട്ടോ. എൻ്റെ സ്വന്തമാണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പം സ്വന്തമാണ്. പിന്നെ ഞങ്ങൾ വാപ്പയായിട്ട് കടയിൽ പോവാണ് കേട്ടോ. ഞങ്ങളിടയ്ക്ക് പോകല് പതിവാണ്. പിന്നെ വാപ്പയുടെ പോക്കറ്റ് കാലിയാക്കാനെന്നൊക്കെ വേണേൽ പറയാം. അങ്ങനെ വാപ്പി കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇനി ഇവരിവിടെ നിർത്തിയാൽ ശരിയാവത്തില്ല, ഞാൻ പോട്ടെ, അല്ലെങ്കിൽ എൻ്റെ പൈസ മൊത്തം തീരുമെന്ന്. അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വീട്ടിൽ ഹോം ടൂർ നമുക്ക് ചെയ്യാം കേട്ടോ, ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ എന്തോ ആ മേടിച്ച സാധനങ്ങളൊക്കെ അങ്ങോട്ട് കഴിക്കുക. അപ്പം മാനിക്ക വന്നായിരുന്നു. രാവിലെ വിളക്കിട്ട കുട്ടികളാണ് ഈ ഇരിക്കുന്നത്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗൈസ്? ഇല്ല, ഞങ്ങളുടെ പിണക്കൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉള്ളൂ. പിന്നെ മാനിക്കൊക്കെ എന്നെ ഇങ്ങനെ തോളിക്കരുന്ന ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിനെക്കാട്ടും ഇഷ്ടമാണ് കേട്ടോ എനിക്കും. പിന്നെ കൂന്തൽ റോസ്റ്റും ഒരു ടീം ഞാൻ ഉണ്ടാക്കിയത്. മാനിക്ക പറഞ്ഞത് നല്ല ടേസ്റ്റ് ആണെന്ന് കേട്ടോ. റെസിപ്പി വേണം ഇവിടെ ഇനി കൂന്തൽ മേടിക്കുമ്പോൾ ഞാൻ ഇടാം കേട്ടോ. പിന്നെ ഇക്കായിട്ട് വീഡിയോ കോൾ ചെയ്ത് ഞാൻ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് അത് കാണാതെ പോയി ഗൈസ്. അപ്പം അത്രയേ ഉള്ളൂ. ടാറ്റാ.